സോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത് മാർച്ച് ഏപ്രിൽ മാസത്തെ ആയിരുന്നു. സോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് ജൂൺ മാസത്തിൽ റിലീസ് ചെയ്ത മൂവീസാണ്. സോ ലെറ്റ്സ് പ്ലേ. മെയ് മാസത്തിൽ ഫസ്റ്റ് ആയി റിലീസ് ചെയ്തത് നമ്മുടെ കംബാക്ക് സ്റ്റാർ നിവിൻ പോളി. ആ പുള്ളി കഷ്ടപ്പെട്ട് കംബാക്ക് നടത്താൻ വേണ്ടി ശ്രമിച്ച് ഒരുവിധം വിജയിച്ച് പിടിച്ചു കയറാൻ നോക്കിയാണ് വർഷങ്ങൾക്ക് ശേഷം കേട്ടത്. പക്ഷേ ഡിജോ വിളിച്ചിട്ട് നിന്നെ ഞാൻ ഒന്നും കൂടെ ബാക്ക് അടിക്കാതെ പറഞ്ഞിട്ട് നിവിൻസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോഷൻ നടത്തിയ പടമാണ് മലയാളി ഫ്രം ഇന്ത്യ. പക്ഷെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ വന്നതിന്റെ ഡബിൾ സ്പീഡിൽ തിരിച്ചു പോയി. ചുരുക്കി പറഞ്ഞ ഫീൽഡ് ഔട്ടായി നിന്ന് നിവിനെ വിളിച്ചു വരുത്തി വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കി വിട്ട് നമ്മുടെ ഡിജോ ജോസ്. ജനഗണമനയൊക്കെ എടുത്ത് അടിപൊളി ഹിറ്റ് അടിച്ച് നിൽക്കുന്ന ടൈമായിരുന്നു. അതിന്റെ കൂടെയാണ് ഇതിന്റെ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുള്ള ആരോപണങ്ങളൊക്കെ പുള്ളിക്കാരൻ കേട്ടിട്ട് ഫൈറ്റ് ചെയ്തൊക്കെ നിന്നത്. പക്ഷെ അവസാനം പടം പൊട്ടി. ധ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമതേ മലയാളി ഫ്രം ഇന്ത്യ ഒരു സ്റ്റോറി വന്നിട്ട് ആട് ജീവിതത്തിന്റെ ഇൻസ്പയർ ആയിട്ടാണ്. അതായത് സെയിം മരുഭൂമിയിൽ പോയ ഒരാൾ പെടുന്നു, തിരിച്ചു വരാൻ പറ്റാണ്ട് കഷ്ടപ്പെടുക. ആ ഒരു സെറ്റപ്പാണ് അവിടെയും. സ്റ്റോറി ലൈനിൽ ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കോമിക് രീതിയിൽ. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു സ്പൂഫ് ലെവലായി പോയി. ഈ പടത്തിന്റെ ഇന്റർവെൽ ടൈമിലായിരുന്നു നടികറിന്റെ ട്രെയിലർ ഇട്ടത്. ഓ, അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നാമത് ഈ പടം കണ്ട് ബോറടിച്ചിരിക്കുന്നു. ഈ നടികരുടെ ട്രെയിലർ കണ്ടപ്പോൾ അതിൽ ടോവിനോന്റെ ലുക്കും കാര്യങ്ങളൊക്കെ, പിന്നെ സ്റ്റൈലിഷ് ബീജിയമും ലാൽ ജൂനിയർ ഡയറക്ഷൻ എല്ലാം കൊണ്ടും അടിപൊളിയാണല്ലോ. ഇത് പൊളിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് പോയാ അതിലേറെ എൻ്റെ പൊന്നോ. അതില് കഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോവിനോ ആക്ടറാണ്. പുള്ളിക്കാരൻ്റെ ഒരു പടം ഒന്നോ രണ്ടോ പടം എന്തോ ഹിറ്റായിട്ടുണ്ട്. ബാക്കിയെല്ലാം തിരുതുരാ പൊട്ടുകയാണ്. പുള്ളിക്കാരനെ അഭിനയം പഠിക്കണം എന്നിട്ട് സൗബിനെ വിളിക്കാണ്. എന്നിട്ട് ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ നിന്റെ അഭിനയത്തിൽ ഇങ്ങനെ ആക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ഒരു ആക്ടേഴ്സ് അതിൻ്റെ റിയൽ ലൈഫിൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക. ഇപ്പോൾ സൗബിനും ടോവിനും ഒക്കെ റൂമിലിരിക്കുകയാണ്, അവരിങ്ങനെ സംസാരിക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും അതാണ് സിനിമയിൽ കാണിച്ചത്. അല്ലാണ്ട് ഇവര് ക്യാരക്ടറായിട്ട് നമുക്ക് ഫീലേ ചെയ്യില്ല. അതങ്ങനെ പോയി. ടർബോ. പിന്നെ പറയാനുള്ളത് ടെർബോ. ടെർബോ വന്നിട്ട് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച് റിലീസ് ചെയ്യുന്ന പുലിമുരുകൻ്റെ അടുത്ത വയസ്സാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ, അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് സാധനം ഉണ്ടെന്ന്. പക്ഷെ ഇത് അതിലേറെ എന്ന് പറയാനും പറ്റില്ല. കാരണം ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ അത്യാവശ്യം രസമായിട്ടൊക്കെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിനെ ഒരു ആക്ഷൻ പാക്ഡ് റോളിൽ എന്തോ ഒരു പഴയ വിൻറ്റേജ് മമ്മൂട്ടി എങ്ങനെയാണ് അടി കൊടി പിടി കുത്ത് ആ ഒരു ജോണർ തന്നെ പിടിച്ചിട്ട് അതിൽ തന്നെ രാജവീർ ഷെട്ടിയാണ് വില്ലൻ. പുള്ളിക്കാരൻ തന്നെ പറയില്ലേ, ഫക്കിംഗ് ക്ലീഷേ. ഇത് ഈ പടം മൊത്തം അതാണ്, ക്ലീഷേ പരിപാടികൾ തന്നെയാണ്. വില്ലനും ഹീറോയും തമ്മിലുള്ള ഫൈറ്റ്, അതിനുള്ള വേണ്ടിയുള്ള ഒരു ഫാൻ മൂവ്മെന്റ്. പക്ഷെ പടം കയറി ഒരുവിധപ്പെട്ട എല്ലാ ഓഡിയൻസും ഏറ്റെടുത്തു. പക്ഷെ അത്യാവശ്യം ക്രിട്ടിക്സും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കോക്കണ്ണനൊക്കെ ഇതിനൊക്കെ അടിച്ച് കഴുകി ഊറ്റി. പക്ഷെ പടം കളക്ട് ചെയ്തു കേട്ടോ. അയാളത് വന്നിട്ട് നമ്മുടെ ഗുരുവായൂർ അമ്പല നടൻ. അത് വന്നിട്ട് എനിക്ക് തിയേറ്ററിൽ മിസ്സായ പടമാണ്. ഞാനത് OTTയിലാണ് കണ്ടത്. പക്ഷെ എനിക്കത് വെർത്ത് വാച്ചായിരുന്നു. കാരണം തിയേറ്ററിൽ ഇപ്പൊ കാണാൻ മാത്രം ഇല്ല. ലൈക്ക് പ്രേമലു ഈവൻ ദോ അതൊരു OTT സ്റ്റഫാണ് തോന്നുമെങ്കിലും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കാണുമ്പോഴുള്ള ഒരു വൈബ് വേറെയാണ്. പക്ഷെ ഇത് ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി. ആ ഒരു സത്യ സ്റ്റോറി ടെല്ലിങ് നമ്മുടെ വിപിൻ ദാസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് OTTയിൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. അത്രയും ക്രൗഡ് വേണമെന്നില്ല. ജസ്റ്റ് ഫാമിലി കുറച്ച് പേര് പോപ്കോൺ ഒക്കെ അടിച്ച് അല്ലെങ്കിൽ വല്ല ഫുഡൊക്കെ വാങ്ങിച്ച് നൈസായിട്ട് തട്ടി കഴിക്കുമ്പോൾ കാണാനുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത്യാവശ്യം ബേസിൽ പൃഥ്വിരാജ്, നിഖില വിമല്, ഇതിൻ്റെയൊക്കെ കോംബോ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു റാപ്പോ അതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അതിൽ അഴകിയലയിൽ അങ്ങനെ കുറേ മ്യൂസിക്കിൻ്റെ ഇൻറ്റഗ്രേഷൻ ഉണ്ട്. അതായത് റെട്രോ കൈൻഡ് ഓഫ് മിക്സ് ഒക്കെ അവർ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കോമഡി ഒക്കെ വർക്കായിട്ടുണ്ട്. അവസാനം ആ നന്ദനത്തിലെ കൃഷ്ണൻ ഞാനേ കണ്ടുള്ളൂ പുള്ളിനെ കൊണ്ടുവന്നതും ഏകദേശം നമ്മുടെ പഴയ പടങ്ങളിലൊക്കെ ഒരു കൂട്ടപ്പൊരിച്ചിട്ടുണ്ടാവല്ലോ എൻഡിൽ എല്ലാ ആക്ടേഴ്സും നമുക്ക്. ആ ഒരു സംഭവമൊക്കെയാണ് ഇവർ പിടിച്ചിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ബിജു മേനോനും ആസിഫ് അലിയും തകർത്ത് അഭിനയിച്ചിറങ്ങിയ ആ തലൈവനാണ്.
ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ പക്ഷെ എടുത്തു പറയാനുള്ളത് ഈ ബിജു മേനോനും ആസിഫ് അലിയും. അതായത് ബിജു മേനോൻ ഒരു ഹയർ ഒഫീഷ്യലാണ്, ആസിഫ് അലി ഒരു ലോവർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഓഫീസറുമാണ്. ഇവര് തമ്മിലുണ്ടാകുന്ന പവർ ഡൈനാമിക്സ് ആണ് ഈ പടം ചർച്ച ചെയ്യുന്നത്. ആസിഫ് അലിക്ക് ഡോമിനേറ്റ് ചെയ്യാനും പറ്റില്ല, എന്നാൽ ബിജു മേനോനിട്ട് ഇറങ്ങി കൊടുക്കൂല എന്നുള്ള ഒരവസ്ഥയിലാണ് കഥ പോകുന്നത്. അപ്പോഴാണ് ഈ ബിജു മേനോന്റെ വീട്ടിലൊരു ബോഡി, അതായത് ഒരു സ്ത്രീയുടെ ബോഡി മരിച്ച നിലയിൽ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ബിജു മേനോന് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. പക്ഷെ എല്ലാ തെളിവുകളും പുള്ളിക്കെതിരെയായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇവർ അന്വേഷിച്ച് അവസാനം ആളിനെ കണ്ടെത്തും. ജിസ് ജോയാണ് ഇതിന്റെ ഡയറക്ഷൻ. അപ്പോൾ പുള്ളിക്കാരന് അത്യാവശ്യം ത്രില്ലിംഗ് പരിപാടികൾ ചെയ്യാനും പറ്റുന്ന തെളിയിച്ചൊരു മൂവിയാണിത്. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡൊക്കെ കൊടുത്തിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. എന്തിനാ ഇപ്പൊ എല്ലാ പടങ്ങളിലും സെക്കൻഡ് പാർട്ട് മുഖ്യം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ OTT വീണ്ടും കണ്ട ഒരു പടമാണ് മന്ദാകിനി. അത്യാവശ്യം എൻജോയ് ചെയ്തൊരു പടമാണ്. ഒരു നൈറ്റ് സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അതായത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോമഡീസ് ഒക്കെ വർക്കൗട്ട് ആയ ഒരു മൂവിയാണ്. നമ്മുടെ ഗണപതിയൊക്കെ ഉണ്ട്. അയ്യോ, മുറ്റ് ക്യാരക്ടറാണ് ഇതിൽ. വിനീത് തട്ടില് മറ്റേ അൽതാഫ് സലീം അനാർക്കലി മരക്കാറുമാണ്. അറിയാലോ കോമഡി ഏത് ലെവലിലായിരിക്കും. പിന്നെ ഈ വിനീത് തട്ടിലിന്റെ ഒരു പ്രകടനമൊക്കെ ഉണ്ട് ഇതില്. അയ്യോ, ആ ഒരു വണ്ടി ഓടിക്കുന്ന സാധനം ആ പുള്ളിക്കാരൻ ഫ്രെയിമിൽ കണ്ടാലേ തിരി വരും. പിന്നെ പോരാത്തതിന് വെള്ളമടിയാണ്. പറയണ്ടല്ലോ. ഈ രണ്ട് കോമ്പിനേഷനും കൂടി ആകുമ്പോൾ വേറെ റേഞ്ചിലായിരുന്നു സീൻസ് ഒക്കെ. അത് നമുക്ക് കുറച്ച് ബോംബ് പടങ്ങൾ നോക്കാം. അതിൽ മെയിനായിട്ട് വന്നിട്ട് സുരേഷിൻ്റെയും സുമലതയുടെ ഹൃദയഹാരിയായ പ്രണയകഥ. പടവും വലിഞ്ഞ് പണ്ടാരടങ്ങി എന്ന് പറയാം. കാരണം ഒട്ടും കൺവിൻസിങ് അല്ലാണ്ട്, ലൈക്ക് എന്താ പറയുക, ഇവർ പുതിയൊരു അപ്രോച്ചാണ് എടുത്തത്. പക്ഷേ ഓഡിയൻസുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല. വന്നപാടെ പോയി. പിന്നീട് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, നമ്മുടെ നാദർഷയൊക്കെ സംവിധാനം ചെയ്ത് ഷൈൻ ടോം ചാക്കോ ഒക്കെ അഭിനയിച്ച പടമാണ്. 8 പൊട്ടി. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്ക്. നമ്മളെ ഇന്ദ്രജിത്ത് നായകനായി വന്ന മാരിവില്ലിൻ ഗോപുരങ്ങൾ, അതും 8 പൊട്ടി. ഈ പടത്തിന് പ്രത്യേകിച്ച് ഒരു ഹൈപ്പും ഉണ്ടായില്ല, അതേപോലെ തന്നെ ആരും അറിഞ്ഞുമില്ല. അതേ വഴിക്ക് തന്നെ തിയേറ്റർ വിട്ട് പോവുകയും ചെയ്തു. പിന്നെ എടുത്തു പറയാനുള്ള ഒരു സ്പെഷ്യൽ ക്രെഡിറ്റ്സ്, അതായത് അത്യാവശ്യം നല്ല അഭിപ്രായം നേടി വന്ന അതൊരു ലോ ബഡ്ജറ്റ് മൂവിയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് കിട്ടിയ പടമാണ് പെരുമാൻ. വിനയ് ഫോർട്ട് നായകനായി എത്തിയ പടമാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കാണാൻ പറ്റില്ല. ബട്ട് തമിഴിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സൂരി നായകനായി ശശികുമാറും ഉണ്ണി മുകുന്ദനും ഒക്കെ കോ സ്റ്റാർ ആയിട്ട് എത്തിയ മൂവിയാണ് ഗരുഡൻ. അപ്പോൾ ഇത് ഈ പടം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ. പടത്തിന്റെ സ്റ്റോറി വന്നിട്ട് ടിപ്പിക്കൽ സംഭവം തന്നെ, അതായത് ക്ലീശ പരിപാടി അങ്ങ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് വേറെ ലെവലായതുകൊണ്ട് പടം കയറിപ്പോയി. ഉണ്ണി മുകുന്ദൻ നെഗറ്റീവ് ആൻറ്റഗണിസ്റ്റ് ആയിട്ട് വന്നിട്ട് തകർത്ത് അഭിനയിച്ചത്. തമിഴ്നാട്ടിൽ അപ്പോഴേ ഹിറ്റടിച്ച് കൊടുത്ത് അവിടെ ഒരു കളം സൃഷ്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ അടുത്തായിട്ട് വന്നാണ് നമ്മുടെ 100 crore ബോക്സ് ഓഫീസ് മൂവി അരൺമണി 4. എൻ്റെ പൊന്നോ, തമന്നയും റാഷി ഖന്നയും മാറി മാറി തകർത്ത് അഭിനയിച്ച് 100 കോടി വാങ്ങിച്ച പടമാണ്. സുന്ദർ സി അവര് കൃത്യമായിട്ട് മുതലാക്കിയിട്ടുണ്ട്. നല്ല സ്റ്റോറി ലൈനുകളാണ് പുള്ളിക്കാരൻ ഉൾപ്പെടുത്തിയത്. എന്തായാലും അത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ റോസ്റ്റ് വീഡിയോ കണ്ടു. അത് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അടുത്തതായിട്ട് ജൂൺ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇറങ്ങിയ പടങ്ങൾ കുറച്ചാണെങ്കിലും നല്ല പടങ്ങളുണ്ട്. ഫസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു ആളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ബട്ട് നല്ലൊരു പ്രകടനം. പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. ഗോൾ എന്നാണ് മൂവിയുടെ പേര്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ലൈക്ക് ഒരു ഓഫീസിൽ നടക്കുന്ന ഒരു ക്രൈം, അതായത് നമ്മുടെ ഡെത്ത് സ്റ്റാർ ദിലീഷ് പോത്തൻ ഫസ്റ്റ് തന്നെ ഡെഡ് ആവും. അപ്പോൾ അത് ആരാണ് കൊന്നതെന്നുള്ള കണ്ടുപിടിക്കാനുള്ളൊരു ഇതിലാണ് ഈ ഓഫീസർ വരുന്നത്. എന്നിട്ട് ഈ ഓഫീസിലുള്ള എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. എന്നിട്ടൊരു പരിപാടി ഉണ്ട് മോനെ, എൻ്റെ പൊന്നോ, ഇൻ്റർവെല്ല സീന് ഈശ്വര, ആ കിളിവാറിയ സീനാണ്. തിയേറ്ററിൽ പോയി കണ്ടതിൻ്റെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ കാരണം ഈ പടമൊന്നും ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് പക്ഷെ തിയേറ്റർ വാസ്റ്റ് ഉണ്ട്. ഇതിൽ അത്യാവശ്യം എലമെൻസ് ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓ,
വൺ ഷോട്ടൊക്കെയാണ് ആ ഒരു നൈറ്റിൽ സിദ്ദിഖും ഇവരും എല്ലാവരും കൂടി നിൽക്കുന്നതൊക്കെ. അങ്ങനെ ഒത്തിരി നല്ലൊരു തിയേറ്ററിക്കൽ മൊമെൻ്റ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ് ഗോളം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഇല്ലീഗൽ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മൂവിയാണ് ഇത്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഷെയ്ൻ നിഗം, ബാബുരാജ്, മഹിമ നമ്പ്യാറൊക്കെ അഭിനയിച്ച ലിറ്റിൽ ഹാർട്സ് ആണ്. എന്നിട്ട് ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്, പറയുന്ന പോലെ തന്നെ ലിറ്റിൽ ഹാർട്സ്. പക്ഷേ അത്രയ്ക്ക് ഹിറ്റായില്ല. എല്ലായിടത്തും ഒരു ആവറേജ് റെസ്പോൺസ് തന്നെയായിരുന്നു വന്നത്. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്തതാണ് നമ്മുടെ ഉർവശി ചേച്ചിയും പാർവതി തിരുവോത്തി. ഇവര് ലീഡ് റോളിലൊക്കെ വന്ന പടമാണ് ഉള്ളൊഴുക്കും. എന്താ പറയുക, ഒത്തിരി അവാർഡ്സ് ലഭിച്ച മൂവിയാണ്. അപ്പോൾ ഇതിൽ ജേക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്തിരുന്നു, ക്രിസ്റ്റോ ടോമിയാണ് ഡയറക്ഷൻ. ഇതൊരു അന്യായ പടമായിരുന്നു. ലൈക്ക് ഞാൻ OTTയിലാണ് കണ്ടതെങ്കിലും പടം സെറ്റാണ്. റോയൽ സ്റ്റേഷന് അഭിനയൊക്കെ പറയണ്ടല്ലോ. കട്ടൊക്കെ ഒട്ടിച്ച് പാർവതിയുണ്ട്. നല്ലൊരു മൂവി തന്നെയാണ്. ഒരു സ്ലോ പേസ്ഡ് മൂവി ആണെങ്കിലും നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. കാരണം ആ ഫാമിലി ഡൈനാമിക്സ്, അതായത് ഇതിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു ഡെത്തും, അപ്പോൾ അവിടെ ഒരു വെള്ളപ്പൊക്കം വരുന്നു. ആ ഒരു സിറ്റുവേഷൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത് ബോഡി അടക്കാൻ പറ്റുന്നുള്ള, പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡൈനാമിക്സ്. അതായത് പാർവതിൻ്റെ ഹസ്ബൻഡാണ് മരിച്ചിരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഈ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്ക് വേണം. അപ്പോൾ പാർവതിക്ക് വേറൊരു ആളിന് ഇഷ്ടമാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ അമ്മനെ വിട്ടിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും ആദ്യമൊക്കെ പെട്ടെന്ന് പോകണമെന്നായിരിക്കും. പിന്നെ പിന്നീട് അത് ചേഞ്ച് ആവും. അവസാനം എന്താവും ആ ഒരു കൺഫ്യൂഷൻ, നമുക്ക് ആ ഒരു ടെൻഷൻ ഇങ്ങനെ നിലനിർത്തിയിട്ടാണ് പുള്ളിക്കാരൻ ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അത് ഭയങ്കര പണിയുള്ള കാര്യം. കാരണം സ്റ്റോറിയിൽ വേറെ പ്രത്യേകിച്ച് ഹാപ്പണിങ്സ് ഒന്നുമില്ല. ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോണ ഒരു സാധനത്തിന് ഇത്രയും ഹൈ ആയിട്ട് നിർത്തണമെങ്കിൽ സമ്മതിച്ചിരിക്കണം ബ്രോ. പിന്നെ അടുത്താണ് നമ്മുടെ കുഞ്ചാക്ക ബോബൻ നായകനായി എത്തിയ ഗർ. എൻ്റെ പൊന്നു, ഇതില് തിയേറ്ററിൽ പോയി കണ്ടവരെയൊക്കെ സമ്മതിക്കണം. അവരൊക്കെ അവിടെ എങ്ങനെ ഗിറ് പറഞ്ഞിട്ട് ഉറങ്ങിന്ന് അറിയില്ല. പക്ഷെ ഈ പടം അന്യായ ദുരന്തമായിരുന്നു. അതായത് ഒരു സൂല് നടന്നൊരു സംഭവമാണ്. അതായത് വെള്ളം ഒടിച്ചിട്ട് ഒരാള് സിംഹത്തിന്റെ കൂട്ടിൽ ചാടി, അയാളിനെ രക്ഷിക്കുന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആണ്. അതിനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കുളമാക്കി. അതായത് മലങ്കൾട്ടെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും മോശമായിട്ടാണ് ഇവരിത് എടുത്തു വെച്ചിരിക്കുന്നത്. അടുത്ത് വന്നിട്ട് ബിജു മേനോൻ നായകന് എത്തിയ നടന്ന സംഭവം. എന്തായാലും ബിജു മേനോൻ സുരാജും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ബിജു മേനോൻ അവിടെ ഒരു പുതിയൊരു വീട്ടിൽ വരുന്നു. അവിടെ നടക്കുന്ന കുറച്ച് കുറച്ച് കുലസിതമായ സംഭവങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് അതായത് സുരാജിന്റെ വൈഫ് ബിജു മേനോനായിട്ടൊരു അവിഹിതം ടൈപ്പ് ലെവലിലാണ് ഇവര് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ അത് സുരാജിന്റെ വ്യൂ പോയിന്റിൽ. പക്ഷെ നടന്ന സംഭവം വേറെയാണ്. അപ്പൊ അതിന്റെ ചുരുളഴിക്കലാണ് ഈ പടം മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്തോ പടത്തിന് ഒരു പൊടിക്ക് ഓവർ ദ ടോപ്പ് ആയിരുന്നു. സ്റ്റിൽ ഒരു ആവറേജ് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് വന്നത്. കുഴപ്പമില്ല, കണ്ടിരിക്കാം ഒരു ടൈം. അത്യാവശ്യം OTTയിലൊക്കെ വരുമ്പോൾ സുഖമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ റോഷൻ മാത്യുവും ദർശന രാജേന്ദ്രൻ അഭിനയിച്ച മൂവിയാണ് പാരഡൈസ്. ഇതൊരു സ്ലോ പേസ്ഡ് മൂവിയാണ്. ലൈക്ക് ഇവരൊരു ഹണിമൂൺ ട്രിപ്പ് അല്ല, എന്താ പറയുക, സെക്കൻഡ് ഹണിമൂൺ പോലെ അതുപോലെയൊക്കെ ഒരു ടൂർ പോവാണ് ഇവിടെ. അതായത് ശ്രീലങ്കയിൽ അവിടെ പോയിട്ട് ലങ്കയൊക്കെ കാണും. ഇങ്ങനെ ഹനുമാന്റെ കാൽപാദം, രാവണൻ എങ്ങനെ എന്തുകൊണ്ട് സീതനെ കടത്തിയെന്ന്. അതായത് ബേസിക്കലി പറഞ്ഞാൽ രാമായണത്തിന്റെ ഒരു വേറൊരു വേർഷൻ. അതായത് കുറേ വേർഷൻ ഉണ്ട്, 10-200 വേർഷൻ എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. അതായത് പറയണ്ട അവർ തന്നെ ഈ രാമായണം പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. പല ആൾക്കാർ പല രീതിയിൽ ഇന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് വായിക്കുമ്പോൾ ഓരോ ഇൻസൈറ്റ് ആണ് കിട്ടുക. ഇതിൽ ഡയറക്ടർ മെയിനായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത് ആ ഒരു സംഭവം തന്നെയാണ്. അതായത് വാട്ട് ഇഫ് രാമ വാസ് റോങ്, ആ ഒരു പോയിന്റാണ് ഇവർ കൈൻഡ് ഓഫ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിൽ അഭിനയം വേറെ ലെവലാണ്. രണ്ടാളും കട്ടക്ക് നിന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിലാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇതിന്റെ മേക്കിംഗ് ഒക്കെ അത്യാവശ്യം സ്ലോ ആണെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഇതിൽ പതിഞ്ഞ താളത്തിൽ പോകുന്നത്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഹൈ മൂവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മൂവി തന്നെയാണ് പാരഡൈസ്. പിന്നെ വന്നിട്ട് തമിഴിൽ നിന്ന് ഇറങ്ങിയ മൂവിയാണ് നമ്മുടെ മഹാരാജ. ഞാനിത് തിയേറ്ററിൽ കണ്ട് കിളി പാറിയ മൂവിയായിരുന്നു. കാരണം ഒരു രക്ഷയില്ലാതെ പടം. ഞാൻ കണ്ടിട്ട് അയ്യോ ഇതിൻ്റെ ഇതെന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. കാരണം ഇതിൻ്റെ എഡിറ്ററിനെയാണ് പറയേണ്ടത്. അയ്യോ
ഇതിന്റെ ഡയറക്ടർ വന്നിട്ട് നമ്മളെ നിതിലൻ സ്വാമിനാഥൻ, പിന്നെ വിജയ് സേതുപതി ലീഡ് റോളിൽ വന്ന മൂവിയാണ്. ഇതില് വന്നിട്ട് പറഞ്ഞു വെക്കണമെന്ന് വെച്ചേ ഉള്ളൂ, ഫാദർ ആൻഡ് ഡോട്ടർ തമ്മിലുള്ള കെമിസ്ട്രി. പിന്നെ അനുരാഗ് കശ്യപാണ് അതില് നെഗറ്റീവ്, ഐ മീൻ ആന്റഗണിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതൊരു വൻ പടമായിരുന്നു. ഞാൻ തിയേറ്ററിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ട് അവസാനം ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ അങ്ങനെ ഫ്രീസായി. ഇങ്ങനെ എന്താ ചെയ്യുക ഇനിയിപ്പോൾ, ഞാൻ അവിടെ ഇരിക്കണം പോണം, പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തി അതിൻ്റെ. കാരണം ഇതിൻ്റെ നെറേഷൻ അങ്ങനെ പോകണം, ഫാസ്റ്റ് പ്രസൻറ്റ് ഇന്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക, ഹൈയായി ഒന്ന് അവസാനം എന്താ ക്ലൈമാക്സ് മൂമെന്റ് നമ്മളങ്ങനെ അങ്ങനെ ഡ്രോപ്പ് ആവും. മനസ്സിലായ? ഇങ്ങനെ ഹൈയായി പോയിട്ട് പെട്ടെന്ന് ഡ്രോപ്പ് ആകുമ്പോൾ നമ്മുടെ ഇമോഷൻ ഒരു സഡൻ ചേഞ്ച് വരുമല്ലോ. അതാണ് ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ല. പിന്നെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഈ പടം. അറിയാലോ ഇപ്പൊ ചൈനയിലോ റിലീസ് ആയിട്ടുണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ്.